വെൽക്കം ബാക്ക് ടു MR ഫിസിക്സ് ട്യൂട്ടോറിയൽ. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു. ഇലക്ട്രിക് കറണ്ട് എന്നുള്ള കൺസെപ്റ്റും അതേപോലെ കറണ്ട് ഡെൻസിറ്റി എന്നുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ അതിൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു മെറ്റാലിക് കണ്ടക്ടറിലൂടെ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത് എന്നാണ്. ഒരു മെറ്റാലിക് കണ്ടക്ടറിലൂടെ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ സംഭവിക്കുന്നത്? നമ്മൾക്കറിയാം, മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മെറ്റൽസ് കറണ്ട് ഫ്ലോ അലോ ചെയ്യും. എന്തുകൊണ്ടാണ് മെറ്റൽസ് ഒരു ഗുഡ് കണ്ടക്ടറായിട്ട് മാറിയത്? അതിന് കാരണം മെറ്റൽസിൻ്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ആണ്, അല്ലേ? എന്താണ് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റലിന്റെ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് ലൂസ്ലി ബോണ്ടഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദീസ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ്. ഈ ഇലക്ട്രോൺസിനെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ, റൂം ടെമ്പറേച്ചറിൽ തന്നെ ഈ ഇലക്ട്രോൺസിന് എന്ത് കിട്ടുന്നു? കൈനറ്റിക് എനർജി കിട്ടുന്നു, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ആണ് ഒരു മെറ്റലിനെ എന്താക്കി മാറ്റുന്നത്? ഗുഡ് കണ്ടക്ടർ ആക്കിയിട്ട് മാറ്റുന്നത്. ഇനി നമ്മൾക്കിവിടെ ഒരു മെറ്റാലിക് കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഈ മെറ്റാലിക് കണ്ടക്ടറിൽ ആരുടെ പ്രസൻസ് ഉണ്ട്? ഫ്രീ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ട്. ഈ മെറ്റാലിക് കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് ഇൻ എനി ഡയറക്ഷൻ. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് റാൻഡം മാനറിലാണ്. ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? റാൻഡം മാനറിലാണ്. അതായത് റാൻഡം മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിഗ്സാഗ് മോഷനിലായിരിക്കും. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ വേറെ ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, വേറെ ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, വേറെ ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, വേറെ ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ ഏത് ടൈപ്പ് മോഷനിലാണ്? റാൻഡം മാനറിലാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ റാൻഡം മാനറിലാണ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. They can move in any direction. അപ്പൊ നമ്മൾക്കറിയാം, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. നമ്മൾ പഠിച്ചു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ഇവിടെ ആര് ഫ്ലോ മൂവ് ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ശരിക്കും ഈ കറണ്ടിന് എന്തുണ്ടാക്കണം? കറണ്ട് ഉണ്ടാക്കണം. കാരണം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജസിന്റെ മൂവ്മെന്റ് ആണ്, ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ടറിന്റെ അകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ഈ കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ ചെയ്യണം? കറണ്ട് ഫ്ലോ ചെയ്യണം. പക്ഷെ നോർമൽ കേസിൽ ഈ കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ ഇല്ല? കറണ്ട് ഫ്ലോ ഇല്ല. അപ്പൊ ഇതൊരു കണ്ടക്ടറാണ്, ഇതൊരു മെറ്റൽ റോഡാണെങ്കിൽ ഈ മെറ്റൽ റോഡിലൂടെ എന്ത് ഫ്ലോ ഇല്ല? കറണ്ട് ഫ്ലോ ഇല്ല. നമ്മൾ ഈ മെറ്റൽ റോഡ് പിടിച്ചതിനെ കൊണ്ട് നമുക്ക് ഷോക്ക് ഏൽക്കുന്നില്ല. എന്തുകൊണ്ട് ഷോക്ക് ഏൽക്കുന്നില്ല? ഈ മെറ്റൽ റോഡിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. എന്തുകൊണ്ടാണ് കറണ്ട് ഫ്ലോ ഇല്ലാത്തത്? ഈ മെറ്റൽ റോഡിന്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ദേ ആർ ഇൻ റാൻഡം മോഷൻ. അത് ഞാൻ പറഞ്ഞു. ഒരു ഇലക്ട്രോൺ മുകളിലോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മറ്റേ ഇലക്ട്രോൺ താഴോട്ടേക്കാണ് പോകുന്നത്. വേറൊരു ഇലക്ട്രോൺ ഇടത്തോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ഇലക്ട്രോൺ വലത്തോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസിന്റെ ഒക്കെ ആവറേജ് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കുക, ഈ ഇലക്ട്രോൺ U1 എന്ന വെലോസിറ്റിയിൽ താഴോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ U1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മുകളിലോട്ടേക്ക് പോകുന്നു, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെലോസിറ്റിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 എന്നാ കിട്ടുക. ഈ ഇലക്ട്രോൺ U2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ വേറൊരു ഇലക്ട്രോൺ U2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ ഇവരുടെ രണ്ടാളുടെയും വെലോസിറ്റി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് എന്ത് പറയാം? ഈ കണ്ടക്ടറിന്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റി എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ ഇല്ല? കറണ്ട് ഫ്ലോ ഇല്ല. അപ്പൊ എപ്പോഴാണ് ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ സാധ്യമാകുന്നത്? ശ്രദ്ധിക്കുക, ഞാൻ ഈ കണ്ടക്ടർ തന്നെ താഴെ വരയ്ക്കുകയാണ്. ഞാൻ ഈ കണ്ടക്ടറിന്റെ ഈ സൈഡിൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് കൊണ്ടുവന്നു.
ഈ സൈഡിൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും വെക്കും. ഇതിന്റെ അകത്ത് ആരുണ്ട്? ഇതിന്റെ അകത്ത് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. These free electrons are in random motion. പക്ഷെ ഞാൻ ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ഇവിടെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും വെച്ചപ്പോൾ നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിലേക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങോട്ടേക്കാണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ഇവിടെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ അണ്ടറിലാണ് ആരുള്ളത്? നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. When a charged particle having charge Q is placed in an electric field of intensity E, it will experience a force F is equal to Q into E എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ കീഴിലായതുകൊണ്ട് തന്നെ ഈ ഓരോ ഇലക്ട്രോണും എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? എങ്ങോട്ടേക്കാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് നമുക്ക് ഈ കണ്ടക്ടറിന് എ ബി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് ഈ ഇലക്ട്രോൺസ് ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനീഷ്യലി നമ്മുടെ കണ്ടക്ടറിന്റെ അകത്ത് ആരുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. These free electrons are in random motion. ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റി എത്രയായിരുന്നു? 0 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ ഇല്ല? കറണ്ട് ഫ്ലോ ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ കണ്ടക്ടറിന്റെ ഈ സൈഡിൽ എ എന്ന് പറയുന്ന സൈഡിൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ബി എന്ന് പറയുന്ന സൈഡിൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ഞാൻ വെച്ചപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ അണ്ടറിലാണ് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട്. എന്തുകൊണ്ട്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോ ഈ ഫോഴ്സ് മൂലം, ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഇലക്ട്രോൺസ് ഒക്കെ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ഗിവൺ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്? ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ? ഈ ഇലക്ട്രോൺസിന്റെ ഒക്കെ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആവറേജ് വെലോസിറ്റി ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. കാരണം എല്ലാ ഇലക്ട്രോൺസും ഒരേ ഡയറക്ഷനിലേക്കാണ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. എല്ലാ ഇലക്ട്രോൺസും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഒരു ഇലക്ട്രോൺ താഴോട്ടേക്ക് പോകുമ്പോൾ വേറെ ഇലക്ട്രോൺ മുകളിലോട്ടേക്കായിരുന്നു. ആ രണ്ട് വെലോസിറ്റിയും ആഡ് ചെയ്യുമ്പോൾ ക്യാൻസലായി. വേറെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വേറെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ആ രണ്ട് ഇലക്ട്രോൺസിന്റെയും വെലോസിറ്റി ആഡ് ചെയ്യുമ്പോൾ ക്യാൻസലായി. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എല്ലാ ഇലക്ട്രോൺസും ഒരേ ഡയറക്ഷനിലേക്കാണ്. ബിയിൽ നിന്ന് എയിലേക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കില്ല? 0 ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ ഉണ്ടാകുന്നു? കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇലക്ട്രോൺസ് അല്ലേ മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലേ? ഇലക്ട്രോൺസ് ഒരു ഗിവൺ ഡയറക്ഷനിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് സംഭവിക്കുന്നു. ഇൻ എ ഗിവൺ ഡയറക്ഷൻ, പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിൽ എന്ത് ഫ്ലോ ഉണ്ടാവുന്നു? കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നോർമൽ കേസിൽ ഒരു കണ്ടക്ടറോട് എന്ത് ഫ്ലോ ഉണ്ടാവുന്നില്ല?
കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ എന്ത് ഫ്ലോ സംഭവിക്കുന്നു? കറണ്ട് ഫ്ലോ സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ഇവിടെ നമ്മളൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും വെച്ചപ്പോൾ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഈ എൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും നെഗറ്റീവ് ചാർജ്ഡ് പ്ലേറ്റും വെക്കുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ഈ എൻഡ് ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലായിട്ടും ഈ എൻഡ് ഒരു സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ സംഭവിക്കുന്നു? കറണ്ട് ഫ്ലോ സംഭവിക്കുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദ വെലോസിറ്റി വിത്ത് വിച്ച് free electrons are drifted. The velocity with which free electrons are drifted under the influence of electric field is called drift velocity. നമ്മൾ ഈ ഇലക്ട്രോൺസിന്റെ ഒക്കെ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ആ ആവറേജ് വെലോസിറ്റി എന്തല്ല? 0 അല്ല. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഒക്കെ ഒരു ആവറേജ് വെലോസിറ്റി ഉണ്ട്. ആ ആവറേജ് വെലോസിറ്റി ഇലക്ട്രോൺസിന് കിട്ടാൻ കാരണം ആരുടെ ഇൻഫ്ലുവൻസ് ആണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ the velocity with which free electrons are drifted under the influence of electric field is called drift velocity and is represented as Vd. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, what is drift velocity? It is the velocity with which free electrons are drifted under the influence of electric field. അപ്പോൾ നോർമൽ കേസിൽ ഒരു കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ ഇല്ല? കറണ്ട് ഫ്ലോ ഇല്ല. പക്ഷെ ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകൾ ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലായിട്ടും നെഗറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ ഇലക്ട്രിക് ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആര് മൂവ് ചെയ്യപ്പെടുന്നു? ആര് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു? ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് ഈ കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ സംഭവിക്കുന്നു? കറണ്ട് ഫ്ലോ സംഭവിക്കുന്നു. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ബിയിൽ നിന്ന് എയിലേക്കാണ്. പക്ഷേ കറണ്ട് ഫ്ലോന്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും പറയുന്നത് എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ചാർജസ് എങ്ങോട്ടേക്കാണോ ഫ്ലോ ചെയ്യുക ആ ഡയറക്ഷനിലാണ് നമ്മൾ ആരുടെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുക? കറണ്ടിന്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുക. ശരിക്കും ഈ കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോക്ക് കാരണമാകുന്നത് ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തത്? ബിയിൽ നിന്ന് എയിലേക്കാണ്. പക്ഷെ ഇലക്ട്രോൺസിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പൊ നെഗറ്റീവ് ചാർജസ് ആണ് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും എങ്ങോട്ടേക്കാണ് കൺസിഡർ ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജസ് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു അതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ നെഗറ്റീവ് ചാർജസ് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് എന്ത് ഇമാജിൻ ചെയ്യാം? പോസിറ്റീവ് ചാർജസ് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നതായി നമുക്ക് ഇമാജിൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇലക്ട്രോൺസിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കറണ്ട് ഡയറക്ഷൻ. എങ്ങോട്ടേക്ക്? എയിൽ നിന്ന് ബിയിലേക്ക്, അല്ലെങ്കിൽ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക്. ഇങ്ങനെയാണ് ആരുടെ ഫ്ലോ ഉണ്ടാവുക? കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് റിലാക്സേഷൻ ടൈം എന്ന കൺസെപ്റ്റാണ്. റിലാക്സേഷൻ ടൈം ടോ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾക്കറിയാം മെറ്റൽസിൽ കറണ്ട് കണ്ടീഷന് കാരണമാവുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഫ്രീ ഇലക്ട്രോൺസ് അത് മെറ്റൽസിലെ പോസിറ്റീവ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യും. അതായത് നമ്മൾക്കറിയാം ഒരു ഫ്രീ ഇലക്ട്രോൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു മെറ്റൽ ആറ്റം, അതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ട് ലൂസ്ലി ബോണ്ടഡ് ആയിരിക്കും. അത് ആ ആറ്റം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അതൊരു ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ആറ്റത്തിന് എന്ത് ചാർജ് കിട്ടും? ആ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ആ ആറ്റം ഒരു പോസിറ്റീവ് അയോണായിട്ട് മാറും. അപ്പോൾ നമ്മളൊരു മെറ്റൽ റോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റൽ റോഡിൽ ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാവും, പോസിറ്റീവ് അയോൺസും ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഫ്രീ ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യും. ഡ്രിഫ്റ്റ് വെലോസിറ്റിയോടുകൂടി ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഫ്രീ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോണുമായിട്ട് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. വീണ്ടും ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു, വീണ്ടും കൊളൈഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ്
ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അടുത്തടുത്തുള്ള രണ്ട് കൊളീഷനുകൾക്കിടയിലാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടുന്നത്? ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു, കൊളൈഡ് ചെയ്യുന്നു, വീണ്ടും ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു, കൊളൈഡ് ചെയ്യുന്നു, വീണ്ടും ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു, കൊളൈഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇലക്ട്രോൺസ് ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അടുത്തടുത്തുള്ള രണ്ട് കൊളീഷനുകൾ, ആ രണ്ട് കൊളീഷനുകൾക്കിടയിലാണ് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ അടുത്തടുത്തുള്ള രണ്ട് കൊളീഷനുകൾക്കിടയിലുള്ള ടൈം ഇന്റർവെലിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ റിലാക്സേഷൻ ടൈം ഈസ് ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. ഫ്രീ ഇലക്ട്രോൺസ് മെറ്റലിന്റെ അകത്തുള്ള പോസിറ്റീവ് അയോൺസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. അടുത്തടുത്തുള്ള രണ്ട് കൊളീഷനുകൾക്കിടയിലുള്ള ടൈം ഇന്റർവെലിനെയാണ് എന്ത് പേര് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ റിലാക്സേഷൻ ടൈം ഈസ് ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. ക്ലിയർ? ഇനി നമ്മൾക്ക് ഈ റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. We have the equation for motion. V is equal to U plus AT. V is equal to U plus AT. കൊളീഷൻ നടക്കുന്നതോടുകൂടി നമ്മുടെ ഫ്രീ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. അപ്പോൾ ഫ്രീ ഇലക്ട്രോണിന്റെ ഇനീഷ്യൽ വെലോസിറ്റി U ഈക്വൽ ടു നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? 0 ആയിട്ട് എടുക്കുന്നു. അവിടെ നിന്ന് അടുത്ത കൊളീഷൻ നടക്കുന്നതിനിടയിൽ ഈ ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്യപ്പെടുന്നു? ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു എന്താണ്? VD ആണ്. അടുത്തടുത്ത രണ്ട് കൊളീഷനുകൾക്കിടയിലാണ് ഫ്രീ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ടൈം ഇന്റർവെല്ലാണ് ആര്? റിലാക്സേഷൻ ടൈം. അതുകൊണ്ട് നമുക്ക് T ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? ടോ എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ U ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, V ഫൈനൽ വെലോസിറ്റി, ഇത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്, T റിലാക്സേഷൻ ടൈം ടോ ആണ്. ഇനി ഇവിടെ ബാക്കിയുള്ളത് A ആണ്, ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? നമ്മൾക്കറിയാം F ഈസ് ഈക്വൽ ടു M ഇൻറ്റു A, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ A ഈസ് ഈക്വൽ ടു എന്താണ്? F ഡിവൈഡഡ് ബൈ M ആണ്. ഇവിടെ ആരുടെ ആക്സിലറേഷൻ ആണ്? ഫ്രീ ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ. F എന്താണ്? ഫ്രീ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. M ഫ്രീ ഇലക്ട്രോണിന്റെ മാസ് ആണ്. നമ്മൾക്കറിയാം ഫ്രീ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഫ്രീ ഇലക്ട്രോൺ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം എന്താണ്? അത് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചതുകൊണ്ടാണ്, അല്ലെ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു E ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ Q ആരാണ്? ചാർജ് പാർട്ടിക്കിളിന്റെ ചാർജ് ആണ്. ഇവിടെ ആരാണ് ചാർജ് പാർട്ടിക്കിൾ? ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോണിന് നമുക്ക് എന്ത് ചാർജ് കൊടുക്കാം? ഇലക്ട്രോണിന്റെ ചാർജ് നമുക്ക് Q ഈസ് ഈക്വൽ ടു -E എന്ന് കൊടുക്കാം. നെഗറ്റീവ് ചാർജ് ആണ്. E എന്നത് ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് 1.6 × 10⁻⁻⁹ കൂളം. നെഗറ്റീവ് സൈൻ കൊടുക്കാൻ കാരണം ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നമുക്ക് F ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? -E ഇൻറ്റു E എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? -E ഡിവൈഡഡ് ബൈ M. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വിന്റെ സ്ഥാനത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ഈക്വൽ ടു യുവിന്റെ വാല്യൂ 0 പ്ലസ് എന്റെ വാല്യൂ -EE ബൈ M, ടിന്റെ വാല്യൂ റിലാക്സേഷൻ ടൈം ടോ. അതായത് VD ഈസ് ഈക്വൽ ടു -EE ബൈ M ഇൻറ്റു ടോ. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ. VD ഈസ് ഈക്വൽ ടു -EE ബൈ M ഇൻറ്റു ടോ. ഇവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ, അല്ല? നമ്മൾ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ വെക്ടർ VD ഈസ് ഈക്വൽ ടു -E ഇൻറ്റു വെക്ടർ E ബൈ M ഇൻറ്റു ടോ എന്ന് എഴുതും. അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. നേരത്തെ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇലക്ട്രോൺസ് ഒക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഈ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് റിലാക്സേഷൻ ടൈം? ഇറ്റ് ഈസ് ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. What is the relation between drift velocity and relaxation time? VD is equals
E/m ഇൻറ്റു ടോ. ഇവിടെ ഇ എന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആണ്, എം ഇലക്ട്രോണിന്റെ മാസ് ആണ്, ടോ റിലാക്സേഷൻ ടൈം. ഓക്കെ.